മേടിക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കട്ടെ, പിന്നെ സുനാമി അടിക്കുന്നതിനൊക്കെ കഷ്ടമായിരിക്കും ആ വീട്ടിലെ അവസ്ഥ. എൻ്റെ പിള്ളേരുടെ കാര്യം നോക്കാൻ മാത്രം ആരുമില്ല, എൻ്റെ അപ്പച്ചൻ മരിച്ചു പോട്ടാ, ഇല്ലെങ്കിൽ അങ്ങേരെ എൻ്റെ എല്ലാ കാര്യവും നടത്തിയാലും. പിന്നെ നടപ്പിനൊക്കെ 1 കിൻഡൽ തൂക്കുക. എങ്ങനെ ഇങ്ങനെ നടക്കുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ അടുക്കള പാത്രം കഴുകുന്ന സ്റ്റീൽ കൊണ്ടുള്ള സിങ്കില്ലേ, അതിനകത്തൊരു സ്റ്റീൽ പാത്രം പൊക്കുക ഇടുക. അപ്പൊ ഈ പ്രതിഷേധം പേടിച്ച് ആക്റ്റീവ മേടിച്ച് കൊടുത്തെന്നിരിക്കട്ടെ, ഉറപ്പ് 4ാമത്തെ ദിവസം കൊച്ചാതെ വീഴും, അതിൻ്റെ കാലുകൂടിയും. അന്നേരം ചോദിച്ചു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അന്ന് കൊച്ചിന് മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? അന്നേരം ഇവർ കാല് മാറും. അത് ഞാൻ അങ്ങനെ പലതും പറയും, നിങ്ങളതൊക്കെ ആലോചിച്ച് ചെയ്യണമായിരുന്നു. എന്നാൽ ദൈവത്തിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുകയില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവോ ഇതൊക്കെ ആവശ്യമെന്ന് അവൻ അറിയുന്നു. അവർക്ക് ധൈര്യമുണ്ട്. 10-ാം തീയതി കൊച്ചിന് സ്കൂളിൽ ഫീസ് കൊടുക്കണം. 9-ാം തീയതി രാത്രി ഈ പിള്ളേർ ഉറങ്ങുമോ? നിങ്ങളെല്ലാം കിടന്നുറങ്ങും. അവർക്ക് ഉറങ്ങാൻ പറ്റുമോ? നാളെ ഫീസ് കൊടുക്കേണ്ട ദിവസമല്ലേ. അവർ ഉറങ്ങുമോ? അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും. ആണോ? അവർ ഉച്ചയും കുത്തി കിടന്നുറങ്ങും. കാരണം എന്നാ? അവർക്കറിയാം അപ്പം നോക്കിക്കോളും. നമുക്ക് ഈ ധൈര്യം ഉണ്ടോ ദൈവമക്കളെ? വിട്ടുകളയ ഭാരം. അത് കറക്റ്റായിട്ട് നോക്കാൻ നമുക്ക് വിശ്വസ്തനായ ഒരു പിതാവുണ്ട്, സ്നേഹസമ്പന്നനായ ഒരു പിതാവുണ്ട്. നിന്റെ ഒരു വസ്ത്രമായാലും, നിന്റെ ഒരു ജോലിയുടെ കാര്യമായാലും, അല്ലെങ്കിൽ നിന്റെ ഒരു വരുമാനത്തിന്റെ കാര്യമായാലും, അല്ലെങ്കിൽ സ്തോത്രം, നിന്റെ ജീവിതത്തിന്റെ ഏത് കാര്യമായാലും വളരെ വിശ്വസ്തയോടെ തക്ക സമയത്ത് നിന്റെ ആത്മീക ജീവിതത്തിന് ഒരു ദോഷവും വരാതെ അത് നിനക്ക് നൽകി നിന്നെ നടത്തുവാൻ മതിയായ ഒരു പിതാവ് നിനക്കുണ്ട്. അത് ഉറപ്പുള്ളവർ കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശു കാൽവരി കുരിശിൽ മാനവകുലത്തിന്റെ പാപം വഹിച്ച് മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഭക്തന്മാരായ സമ്പന്നന്മാർ ഉണ്ടായിരുന്നോ ഇല്ലയോ? മിണ്ടുകയല്ലോ, അങ്ങനെ ഗുണമുണ്ട്. ഉണ്ടായിരുന്നോ ഇല്ലയോ? ധാരാളം പേരുണ്ടായിരുന്നു. അപ്പൊ സമ്പത്തുണ്ടാകാൻ വേണ്ടി അല്ല കർത്താവ് കാൽവരി കുരിശിൽ മരിച്ചത്. യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് പ്രകൃത്യാതീതമായ അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ നടന്നിരുന്നോ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി? പഴയ നിയമത്തിൽ ആ ശരിക്കും അത്ഭുതം നടന്നത്. കാരണം 40 വർഷം മാത്രം എടുത്താൽ മതിയല്ലോ. മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, ഒരു ദിവസം പോലും അവർ വെയിൽ കൊണ്ടില്ല, ഒരു ദിവസം പോലും രാത്രി ഇരുട്ടത്ത് അവർ തപ്പിത്തടഞ്ഞില്ല. 40 വർഷവും അവർ മന്നയും കാടപ്പക്ഷിയും തിന്നു. അത്ഭുതങ്ങൾക്ക് വേണ്ടി അല്ല യേശു കാൽവരി കുരിശിൽ മരിച്ചത്. രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി അല്ല കർത്താവ് മരിച്ചത്. മരിച്ചവരെ ഉയർപ്പിക്കാനല്ല കർത്താവ് മരിച്ചത്. യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നടക്കാതെ പോകുന്ന ഒറ്റ കാര്യമുള്ളായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് കർത്താവ് മരിച്ചത്. ഇന്ന് പകൽ അത് കിട്ടിയവരാ ഇതിനകത്തിരിക്കുന്നത്. ഇനിയേലും ദൈവത്തെ ഓർത്താതൊന്ന് അറിയേ. അതാ കർത്താവ് പറഞ്ഞത്, കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ, ഞാൻ വന്നതോ നിങ്ങൾക്ക്. യേശു കാൽവരി കുരിശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ സമ്പത്തുണ്ടായനെ. യേശു കാൽവരി കുരിശിൽ മരിച്ചില്ല അത്ഭുതങ്ങൾ നടന്നേനെ. എന്നാൽ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ മരണത്തെ ജയിച്ച് ജീവനിൽ കടക്കയില്ലായിരുന്നു. ഇന്ന് പകൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്നേക്കുമായി ജയിച്ച് ജീവനിലേക്ക് പ്രവേശിച്ച ദൈവമക്കൾ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, കർത്താവിൽ സന്തോഷിക്കുന്നവർ ആത്മനിറവോടെ ദൈവത്തെ ആരാധിക്കട്ടെ. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നാം സുവിശേഷത്തിന്റെ കാലയളവിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ജീവനോ നിത്യതയോ ഒന്നുമല്ല നമ്മുടെ വിഷയം. വിടുതൽ നടക്കണം. അന്നേരം നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് സുവിശേഷങ്ങളിൽ നിന്നുള്ള പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളുമാണ്. അവിടെ ആൾക്കൂട്ടമുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, വളരണം നാം ആത്മീയമായി. തളരുവല്ല, വളരണം.
വളർന്നാൽ സുവിശേഷ കാലയളവ് ഈ വിടുതലുകളും നേട്ടങ്ങളും സൗഖ്യവും നന്മയും വിട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിന്റെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്ന ആഴമായ വെളിപ്പാടിലേക്ക് ജനം വർദ്ധിച്ചും വളർന്നും വന്നാൽ ഹല്ലേലൂയ സ്തോത്രം അനേകരെ രണ്ട് കാര്യങ്ങൾക്കായി ഭൂമിയിൽ നാം ആയിരിക്കുന്നത്. ഒന്ന്, അനേകരെ രക്ഷയിലേക്ക് നയിക്കാനും. രണ്ട്, ക്രിസ്തുവിന്റെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാനും. നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ മതി, ബാക്കിയൊക്കെ പുറകെ നടന്നോളും. ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനോട് കൂടെ നടന്നോളും. ഹല്ലേലൂയ ദൈവമക്കളെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ വളരെ രസകരമായ ഒരു അധ്യായമാണ്. 6-ാം അധ്യായം തുടങ്ങുമ്പം യേശുക്രിസ്തുവിനെ ഒരു സ്ഥലത്തും ഇരിക്കാൻ വിടാതെ ആയിരക്കണക്കിന് ആളുകൾ കർത്താവിനെ അനുഗമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 6-ാം അധ്യായം തീരുമ്പോൾ ഉണ്ടായിരുന്നവരുടെ പോയതായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യം വായിച്ചേ. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ. അപ്പൊ യേശു എന്നെ എടുത്തു. എന്തൊരു കഷ്ടമാന്ന് പറ. ഇത്രയും പേരെ കിട്ടിയപ്പോ അന്നേരം ടെന്റ് അടിക്കണ്ടേ? നമ്മളാണെ അടിക്കുകയല്ലേ മക്കളെ, എപ്പോൾ അടിച്ചെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ കർത്താവിന്റെ ലക്ഷ്യം വേറെയാ. നിന്നെ ദൈവം എന്തിനീ ഭൂമിയിലാക്കിയെന്ന് നീ അറിയണം. എന്താണ് നിന്റെ മേലുള്ള ദൈവിക ഉദ്ദേശം എന്ന് നീ അറിയണം. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നിന്റെ കയ്യാൽ വിടുതൽ നടന്നതോ, നീ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമുണ്ടായതോ, നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടതോ കണ്ടിട്ട് നിനക്കൊരു വിവാഹാലോചന വന്നാൽ അതുപോലെ നിനക്ക് കോടാലിയാവും. എന്നാ പൗലോസിന്റെ സാക്ഷി കേട്ടെ. പൗലോസ് കൊരിന്ത സഭയോട് പറയുക, ഞങ്ങൾ ആസിയിൽ പ്രസംഗിക്കാൻ പോയപ്പം ഞങ്ങൾ ഉപദ്രവം സഹിച്ചിട്ട് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞങ്ങൾ നിരാശപ്പെട്ടു. അതെന്നാ സാക്ഷിവാ? ഇങ്ങനെ സാക്ഷ്യം പറയുന്ന ആരെങ്കിലും ഉണ്ടോ നമുക്ക്? എന്നിട്ട് പുള്ളി അതിൻ്റെ കൂടെ ഒരു കടുങ്കയ്യോടെ പറഞ്ഞു, ഇത് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പിന്നെയും പറയാം, നിർത്തുന്നില്ല, എന്നാ നിർത്തട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് നിരാശ കയറിയത് അന്ന് വരെ ഞങ്ങൾക്ക് ഞങ്ങളിൽ ഒരു ആശ്രയം ഉണ്ടായിരുന്നു. എന്നാൽ അടി കിട്ടിയതോടെ മുഴുവൻ ആശ്രയം തമ്പുരാനെ ഏൽപ്പിച്ചു. ഞങ്ങൾ മരിച്ചു പോയാലും അവിടുന്ന് ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് അവൻ്റെ പദ്ധതി നിവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ അറിയുവാൻ തക്കവണ്ണം ആ സാഹചര്യം ഞങ്ങൾക്ക് ഉപകാരമായി. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിൽ വ്യക്തമായി പറയാം, നീ എത്രത്തോളം ലോകത്തിൻ്റെ മാന്യത പ്രതീക്ഷിച്ച് എന്തെല്ലാം പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചാലും നീ ഈ ലോകത്തിന് മുൻപാകെ പ്രതിസ്ഥാനത്ത് നിൽക്കും. ഈ ലോകം നിന്നെ അംഗീകരിക്കത്തില്ല, ഈ ലോകം നിന്നെ ഉൾക്കൊള്ളത്തില്ല. എന്നാൽ ഈ വചനത്തിനകത്തോട്ട് കയറുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാം. ഈ ലോകത്തിലെ മുഴുവൻ സൃഷ്ടിയും ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുക. എന്തിനാ? ഒരു ക്ലൂ പറയാം. ഈ ലോകത്തിലെ സകല സൃഷ്ടിയും ഈറ്റുനോവോടെ കാത്തിരിക്കുക. എന്തിനാ? ദൈവപുത്രന്മാരുടെ പ്രത്യക്ഷതയ്ക്കായി. പറഞ്ഞത് തെറ്റൊന്നുമല്ല. ദൈവപുത്രന്മാരുടെ എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്മാർ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല. അത് വെളിപ്പെടുന്ന ഒരു ദിവസം വരും. നിനക്ക് ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും അന്നേ നിനക്ക് മാന്യത കിട്ടുള്ളൂ കുഞ്ഞെ. നിനക്ക് മാന്യത കിട്ടാൻ വേണ്ടി നീ വോട്ട് പിടിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ ആളുകളോട് ഞാൻ അവിടെ പോയപ്പോൾ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്ന് പറഞ്ഞത് കൊണ്ടോ കിട്ടുന്ന മാന്യതയൊന്നും മാന്യതയല്ല. അല്ലെങ്കിൽ എന്നാൽ അല്ലെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു രൂപരേഖ നമുക്ക് കാണാം. കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ജനം അവനെ തിരക്കിക്കൊണ്ടിരുന്നപ്പോൾ, അവനെ പിൻഗമിച്ചപ്പോൾ അവൻ അവരെ വിട്ട് മലമുകളിലേക്ക് കയറിപ്പോയി. തീർന്നിട്ടില്ല. അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത് 5 അപ്പം 5000 പേർക്ക് കർത്താവ് വർദ്ധിപ്പിച്ചു കൊടുത്തു. എല്ലാവരുടെയും വയറ് നിറഞ്ഞു. 12 വട്ടം മിച്ചം എടുത്തു. അപ്പൊ എന്നാ സംഭവിച്ചു? അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. ശ്രദ്ധിച്ചേ. ഇവര് പറഞ്ഞ ശരിയോ തെറ്റോ? ഇവര് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഈ ആളുകൾ പറഞ്ഞു ഇവനാണ് ശരിക്കും ലോകത്തിലേക്ക് വരാനുള്ള പ്രവാചകൻ. ഇവർ പറഞ്ഞത് ശരിയാ, പക്ഷെ പറഞ്ഞ സാഹചര്യം വേറെയാ. ഇവരെന്നാ കണ്ടിട്ടാ പറഞ്ഞേ? അത്ഭുതങ്ങൾ കണ്ടപ്പം, അടയാളങ്ങൾ കണ്ടപ്പം. അപ്പൊ യേശു എന്നെ എടുത്തു. കണ്ടോ, ഇത്രയും നാൾ ഞാൻ മറവിടത്തിൽ മറഞ്ഞിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് വെളിപ്പെട്ടത്. കണ്ടോ, ഇങ്ങനെയൊക്കെ അപ്പോക്കെ ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കണം, എന്നാലേ ആളുകൾ നമ്മളെ അറിയുള്ളൂ. എന്നാണോ കർത്താവ് ചെയ്തേ? അല്ല. പിന്നെ എന്നാ ചെയ്തേ? കർത്താവിനെ ചെയ്തേ. അടുത്ത വാക്യം വായിച്ചേ. അവർ വന്ന് പിന്നെയും പോവുക. എവിടെയെല്ലാം 10 പേരെ കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ എല്ലാം കർത്താവ് ഇല്ലാതാക്കുക.
ഇവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുമെന്നറിഞ്ഞ് അവൻ അവിടുന്ന് മാറിപ്പോയി. ഇവിടെ ഈ സുവിശേഷം കൊണ്ട് അനേകർ രാജാവാകാൻ നോക്കുക, എങ്ങനെ ഈ സുവിശേഷം വെച്ച് എങ്ങനെ ആളാകാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ യേശു ചെയ്തത് നോക്കിക്കേ. ഇത്രയും വലിയ വിടുതലുകൾ നടന്നപ്പോൾ, ഇത്രയും വലിയ അത്ഭുതങ്ങൾ നടന്നപ്പോൾ ഈ ജനം തന്നെ രാജാവാക്കുമോ എന്ന് ഭയപ്പെട്ട് അവൻ അവിടെ നിന്ന് ജനത്തിനിടയിൽ നിന്ന് വീണ്ടും മാറിപ്പോയി. ഓക്കെ, 25-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവിനെ തേടി നടക്കുമ്പോൾ കർത്താവ് ഇവരൊക്കെ മാറി ഗന്നേസരത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കഫർനഹൂം എന്ന സ്ഥലത്തോട്ട് പോയി. കർത്താവ് അവരുടെ ഇടയ്ക്കൊന്ന് മാറിപ്പോയി. പക്ഷെ ജനം കർത്താവിനെ വിട്ടില്ല. കർത്താവിനെ തേടി അവർ കഫർനഹൂമിൽ ചെന്നു. അപ്പൊ എന്നെ സംഭവിച്ചു വായിച്ചോ. ഇവരോടി പിടിപെടുത്ത് കർത്താവിനെ തേടി കഫർനഹൂമിൽ എത്തിയപ്പം കർത്താവ് ഇവരോട് പറയുന്ന വർത്താനം കേട്ടോ. നിങ്ങളെ എന്നെ തേടി ഇവിടെ വന്നത് ആത്മാവിന്റെ തീഷ്ണത കൊണ്ടൊന്നും അല്ല. നമ്മൾ ആരേലും ആണെ പറയുമോ ദൈവമക്കളെ? എന്തൊരു കഷ്ടമാണ് കർത്താവ് കാണിക്കുന്നത്. വന്നവരെല്ലാം അങ്ങ് നിരാശപ്പെടുത്തുക. ഇനിയും കിട്ടുമെന്ന് ഓർത്തല്ലേ വന്നേ? വിടുതൽ കിട്ടാൻ വേണ്ടി ഓടി വന്നതല്ലേ? എന്നാൽ പാസ്റ്റർ യേശുവാണ് ഞാൻ പ്രാർത്ഥിച്ച സ്പോട്ടിൽ വിടുതല എന്നാണോ കർത്താവ് പറഞ്ഞേ? നമ്മളിങ്ങനെ പറഞ്ഞു നടക്കാൻ നമ്മളോട് ആര് പറഞ്ഞു? ഉടനെ കർത്താവ് പറയുന്ന കാര്യം എന്നാ? ഒന്നുകൂടെ വായിച്ച വാക്യം. ഭയങ്കരമായിട്ട് അവരെ അങ്ങ് വിവേചിക്കുക കർത്താവ്. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കുറെ പേര് എന്നെ തേടി നടന്നു, അവിടെ നിന്ന് ഞാൻ മാറി. അവരപ്പം തിന്നതുകൊണ്ടല്ല, അടയാളം കണ്ടതുകൊണ്ടാ. എന്നാൽ നിങ്ങളിപ്പോ വന്നിരിക്കുന്ന അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്നതുകൊണ്ടാ. വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. അടുത്ത് കർത്താവ് ചെറിയൊരു മർമ്മം ലൈറ്റായിട്ടൊന്ന് പറഞ്ഞു. ഈ ഓട്ടവും ഈ പ്രൈസ്തലോടും ഈ കീബോർഡ് കാണുമ്പോൾ ഉള്ള ചാട്ടവും ഹല്ലേലൂയ, ഈ അന്യഭാഷയും ഈ ബഹളവും ഇതൊന്നും ശരിയല്ല കുഞ്ഞേ. നിത്യതയകത്ത് കണ്ട് ആരാധിക്ക്. അക്കരെ ഒരു വീടുണ്ടെന്ന് കണ്ട് ആരാധിക്ക്. ഹല്ലേലൂയ. അവിടെ ചെന്ന് ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധി സന്തോഷിക്കണം. ആ സന്തോഷം ഇവിടെ വെച്ച് തന്നെ അനുഭവിപ്പാൻ ദൈവം തന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ആരാധന. അല്ലാതെ ആരാധിക്കുമ്പോൾ വിടുതൽ. ആരാധിച്ചു വിടുതൽ കിട്ടാനല്ല ആരാധിക്കുന്നത്, വിടുതൽ കിട്ടിയത് കൊണ്ട് ആരാധിക്കുന്നത്. അതാ ദൈവം പറഞ്ഞ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ഒരു മനുഷ്യൻ സാത്താന്യ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്നതിന് ഏറ്റവും വലിയ തെളിവ് ആരാധന. നിത്യജീവന് വേണ്ടിയുള്ള ആഹാരത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിപ്പിന് പറഞ്ഞു. തരും. ഉടനെ അവരെ അങ്ങ് പെട്ടെന്ന് ആത്മീയത്തിലേക്ക് വന്നു. പെട്ടെന്ന് അവർ ആത്മീയ മണ്ഡലത്തിലേക്ക് കയറിയിട്ട് പറഞ്ഞു, കർത്താവ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങൾ എന്നാ ചെയ്യണം? പറഞ്ഞു, ചെയ്തേക്കാം. അങ്ങനല്ലേ ചില ആൾക്കാർ അവസാനപ്പെടണോ? ഇപ്പം പെട്ടേക്കാം. ഉപസിക്കണോ? എന്ത് ഉപസിക്കണം? പറഞ്ഞു, ഉപസിക്കാം. ഇതിന്റെ ലക്ഷ്യം വേറെ കണ്ടോണ്ടാ എന്ന് പറഞ്ഞു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ വിശ്വസിക്കുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞു. അടുത്തത്, അപ്പോഴും അവര് പിന്നെ അങ്ങോട്ട് പോവുക. ഞങ്ങൾ വിശ്വസിക്കണം, എന്നെ എടുക്കണം, ഞങ്ങൾക്ക് കാണണം, അടയാളം കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ഞാൻ വളരെ വേദനയോടെ ഇത് പറയുന്നത് കേട്ടോ. ചിലർക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് മനസ്സിലാകുന്നില്ലായിരിക്കും. സുവിശേഷ കാലയളവിൽ നിൽക്കുന്ന പല കൂട്ടായ്മകളും അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും മാത്രം ബേസ് ചെയ്ത് ആളെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാന്റെ കൃപയാൽ ദൈവസഭയായി നിത്യതയുടെ വെളിപ്പാട്, നിത്യജീവന്റെ വെളിപ്പാടിനകത്ത് തമ്പുരാൻ വന്നിട്ടും അതാണ് ശരിക്കുള്ള ശുശ്രൂഷ. അങ്ങോട്ട് പോകണം, അത് ചെയ്യണം, ഹല്ലേലൂയ, അതിലേക്ക് ഹല്ലേലൂയ മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ അവസ്ഥയിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് ഇടപെടുന്നു. നിന്നെ ദൈവമാക്കിയിരിക്കുന്ന അവസ്ഥ അത്യുന്നതനായ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനാൽ ദൈവമാക്കിയതാണ്. അത് ദൈവത്തിന്റെ മുദ്ര യേശുവിന്റെ മേൽ ഉണ്ടായിരുന്നത് പോലെ നിന്റെ മേൽ അയച്ചിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ നിത്യജീവന്റെ ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നത്. അടുത്തത് എന്നിട്ട് അവർ കർത്താവിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. അപ്പൊ ഇവരുടെ മനസ്സിരിക്കുന്ന എന്നാ? ഇവർ എന്ത് കണ്ടോണ്ടാ വന്നേക്കുന്നേ? ഇവർ വന്നിരിക്കുന്ന ഇത് കണ്ടോണ്ടാണ്. എന്താ? കഴിഞ്ഞ ദിവസം
ഒരു പ്രാവശ്യം നീ അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് കൊടുത്തു. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനൊന്നും അല്ലായിരുന്നു. എല്ലാ ദിവസവും അപ്പം കൊടുക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ നിന്നെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് എന്ത് വേണം? ഇനി എല്ലാ ദിവസവും ഞങ്ങൾക്ക് പണിക്കൊന്നും പോകാൻ കഴിയില്ല, ഞങ്ങൾക്ക് നീ ഫുഡ് തരണം, എന്നാ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത്. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് സ്വർഗ്ഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, സ്വർഗ്ഗത്തിൽ നിന്ന് കൊടുക്കുന്നത് അല്ലെങ്കിൽ മോശ കൊടുത്ത അപ്പം സ്വർഗ്ഗത്തിൽ നിന്നുള്ള അപ്പമല്ല. സ്വർഗ്ഗത്തിൽ നിന്നുള്ള അപ്പം കൊടുക്കാൻ മോശയ്ക്ക് കഴിയത്തില്ല. അതിന്റെ കാരണം അതിന്റെ താഴോട്ട് എഴുതിയിട്ടുണ്ട്, അത് വായിക്കാൻ ഉള്ള സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം മോശ കൊടുത്തിരുന്നെങ്കിൽ ആ അപ്പം തിന്നവർ, കറക്റ്റ്, ആ സഹോദരിക്ക് മാർക്ക് കൊടുത്തിരിക്കുന്നു. ഒറിജിനൽ അപ്പം തിന്നവന്റെ പ്രത്യേകത എന്താ? പോകുന്ന ആ വിഷയത്തെ കുറിച്ചാ. യഥാർത്ഥ അപ്പം തിന്നവൻ മരണത്തെ ജയിച്ചവനാ. അതിൽ ലോകത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. മോശ കൊടുത്ത അപ്പം തിന്നത് സ്വർഗത്തിൽ നിന്നായിരുന്നെങ്കിൽ ആ അപ്പം തിന്നവർ മരിക്കയില്ലായിരുന്നു. എന്നാൽ ആ അപ്പം തിന്നവർ മരിച്ചു. അടുത്തത്, സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സ്വർഗത്തിൽ നിന്ന് അപ്പം കിട്ടിയാൽ, സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാണ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ അപ്പം, യേശു എന്ന അപ്പം. ഈ അപ്പം തിന്നാൽ നിങ്ങൾ ജീവിക്കും. മുമ്പ് ഞാൻ പറഞ്ഞു, യേശു കാൽവരി കുരിശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ സമ്പത്തുണ്ടായനെ, സൗഖ്യം ഉണ്ടായനെ, വിടുതലുണ്ടായനെ, എല്ലാം ഉണ്ടായനെ, പക്ഷെ ജീവൻ ഉണ്ടാകുകയില്ലായിരുന്നു. ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇതാണ്, ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് പറയുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി ഈ 6 അധ്യായം വായിക്കണം. ഞാനിത് പറയുന്നത് ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുന്നതുകൊണ്ട് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ജീവൻ പ്രാപിച്ചവരാ. എന്നാൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും മറ്റ് ദൈവങ്ങളെ ആരെ പിൻപറ്റിയാലും ഈ ജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ലെന്നും യേശുക്രിസ്തുവിനെ പിൻപറ്റിയതോടെ എനിക്ക് ജീവൻ അഥവാ നിത്യജീവൻ കിട്ടിയെന്നും ഉള്ള മർമ്മം നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ടാവും. കാരണം ഈ ജീവൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, തിരുവെഴുത്ത് പറയുന്ന പോലെ, ഇത് നിന്നിൽ തന്നെ നിൽക്കുകയില്ല. ഇത് ചെറിയ കാര്യമല്ല. ഈ ജീവനെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മളിവിടെ പാടിയല്ലോ, അങ്ങേ മറക്കാൻ കഴിയുമോ, അങ്ങേ പിരിയാൻ കഴിയുമോ, നീ എൻ സ്വന്തമല്ലയോ, നീ എൻ ജീവനേക്കാൾ വലുതാ, നീ എൻ സ്വന്തമല്ലയോ, നീ എൻ ജീവനേക്കാൾ വലുതാ. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. അടുത്തത്, എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അപ്പൊ ഇതിന്റെ മർമ്മം എന്നാ? ശരിക്കും ജീവന്റെ വെളിപ്പാടിലേക്ക് ഒരാൾ വരണമെങ്കിൽ അത് പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം. എനിക്ക് കർത്താവ് തന്ന വെളിപ്പാടിൽ ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ പറയാം, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും പോലെ ഭാഗ്യമുള്ളൊരു ജനം ഈ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിലില്ല. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ദൃഷ്ടിയും നോട്ടവും ഭൗതിക നേട്ടങ്ങളായതുകൊണ്ട് നമുക്ക് പരാതി മാറിയിട്ട് നേരവുമില്ല. ഇന്ന് ആ ദുർഭൂതത്തെ ബന്ധിക്കണം. നീ തിരിച്ചറിയണം, തമ്പുരാൻ
തൻ്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തത് കൊണ്ടാ ഈ ജീവന്റെ അപ്പം തിന്നാൻ നിനക്ക് പറ്റിയത്. ഈ ജീവന്റെ അപ്പം നിന്റെ അകത്ത് വന്നതാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആദാമിൽ ജീവൻ ഉണ്ടായിരുന്നു, അവനൊരു പഴം ഏതാണ്ട് തിന്നപ്പം അവന്റെ ജീവൻ പോയി. എന്നാൽ ക്രിസ്തുവിലൂടെ ജീവൻ മടങ്ങി വന്നു. ഈ ജീവൻ പഴം തിന്നാ പോകത്തില്ല, ഈ ജീവൻ അപഹരിപ്പാൻ സാത്താന് കഴിയില്ല. ഇത് നിത്യജീവനാ. യേശുവിന്റെ നാമത്താൽ ജയം. കർത്താവിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഈ ജീവൻ നിന്നിൽ നിന്ന് പ്രവഹിക്കുന്നു. മരണത്തെ ജയിക്കുന്ന ഈ ജീവൻ കുഞ്ഞേ, ഹല്ലേലൂയ, ഈ യോഗത്തിൽ കൂടി വന്നതുകൊണ്ട്, ഇവിടെ ഈ കൂട്ടായ്മയ്ക്ക് നീ ഇരിക്കുന്നത് കൊണ്ട് ഈ ജീവൻ നിന്നിൽ നിന്ന് പ്രവഹിച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത് മരണത്തിന് അടിമപ്പെട്ട്, മരണത്തിന്റെ അധികാരിയായ സാത്താൻ അടിമപ്പെട്ട്, ഇന്ന് രാത്രി ഇന്ന് പകൽ ഈ വെളിപ്പാട് ജനത്തിന്റെ അകത്തേക്ക് ഒരു ദൂതായിട്ട് സ്വർഗം പകരുക. നിന്റെ സുഹൃത്തുക്കളിൽ, നിന്റെ ചാർച്ചക്കാരിൽ മരണത്തിന്റെ അധികാരിയായ സാത്താന് അടിമപ്പെട്ട് കിടക്കുന്ന അനേകം വ്യക്തികളെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരെ ഐഡന്റിഫൈ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ നിയോഗിക്കുക. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമല്ല. എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല കേട്ടോ, ഒന്നും എനിക്കിതിനെ ചെയ്യാനില്ല. ആരെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? അപ്പൻ ആരെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? യേശുവിന്റെ നാമത്താൽ ജയം. നീ ആരുമില്ലെന്നും, നീ ഹല്ലേലൂയ പ്രത്യേകതകളൊന്നുമില്ലെന്നും, ഹല്ലേലൂയ നീ ഒരു സാധാരണ ജന്മമാണെന്ന് വിചാരിച്ചല്ല നീ നടന്നത്. എന്നാൽ ഇന്ന് രാത്രി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിലൊരു സാധാരണ വ്യക്തിയല്ല നീ. ഹല്ലേലൂയ, നിന്നെ പോലെ ഭാഗ്യമുള്ള എന്ന് പറഞ്ഞാൽ ഇന്ന് നീ ഇരിക്കുന്ന, നീ കണ്ണാടിക്കകത്ത് നോക്കുന്ന ആ മുഖം, അത് ലോക സൃഷ്ടിക്ക് മുമ്പേ പിതാവാം ദൈവം കണ്ട് അവന് നിന്നിൽ പ്രസാദം തോന്നി പുത്രന്റെ രക്തത്താൽ നിന്നെ വീണ്ടെടുത്ത് ആ നിത്യതയുടെ അവകാശിയാക്കി നിത്യജീവനിൽ വാഴുവാൻ സ്വർഗം നിന്നെ തിരഞ്ഞെടുത്തതാ. എന്ന് പറഞ്ഞാൽ ഈ ജീവനുള്ള പ്രത്യേകത, രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന് സമൃദ്ധമായ ജീവൻ, രണ്ട് നിത്യജീവൻ. ഇത് രണ്ടും ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. അടുത്ത വാക്യം വായിച്ച താഴേക്ക്. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തി. എന്റെ പരിപാടി എന്നാ? എന്നെ ഏൽപ്പിച്ചതിനെ ഞാൻ സൂക്ഷിക്കും. സ്തോത്രം. ഇത് ദൂതായിട്ട് ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? പിടിച്ചവർക്കായി സ്തോത്രം. യേശുവിന്റെ പരിപാടി എന്നാ? പിതാവ് നിന്നെ അവന് കൊടുത്തതാ, അവന്റെ കൈ കീട്ടിയാൽ. അതാ മുകളിലത്തെ വാക്യത്തിൽ അവൻ പറഞ്ഞ, എൻ്റെ അടുക്കൽ വരുന്നവനെ ചുമ്മാ വരാൻ പറ്റത്തില്ല, വെറുതെ വരാൻ പറ്റത്തില്ല, പഠിത്തമുള്ളതുകൊണ്ട് വരാൻ പറ്റത്തില്ല, അപ്പം പാസ്റ്റായതുകൊണ്ട് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വെറുതെ ഇങ്ങോട്ട് ഓടി വരാൻ പറ്റത്തില്ല. എൻ്റെ പിതാവിന് ഇഷ്ടപ്പെടണം, എൻ്റെ പിതാവ് ചൂസ് ചെയ്യണം, എൻ്റെ പിതാവ് തെരഞ്ഞെടുക്കണം. എൻ്റെ പിതാവ് തെരഞ്ഞെടുത്തെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടില്ല. അതിനെ പ്രൊട്ടക്ട് ചെയ്യും ഞാൻ. പ്രാപിച്ചേ ആ ദൂതൊന്ന് പ്രാപിച്ചേ, അതിനെ പ്രൊട്ടക്ട് ചെയ്യും ഞാൻ. ജീസസ്. ശമമമമഹസ്യ ഋഗബലഹസ്തരദഗന ഋഗംധരാധരദിഗന ഋഗന ശഗരഗരഗദഗലഗസ്യാന്തരഗസ്യ. ഇങ്ങനെ പല വിളികളും വരും. പക്ഷെ ഏൽപ്പിച്ചവൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നറിയോ? അവിടെ നിന്നെ എത്തിക്കണം, അവിടെ നിന്നെ കൊണ്ട് എത്തിക്കണം. അക്കരെ നാട്ടിലെത്തിക്കവർ അവന്റെ കൈക്കൊമ്പിളിനകത്താണ് നീ. അവിടെ കൊണ്ട് എത്തിക്കുന്നവർ ഒരു ഇരുട്ടും നിന്നെ കാണത്തില്ല, ഒരു കൂടോത്ര ഒരു ആഭിചാരവും നിന്നെ കാണത്തില്ല. അതിനെ സൂക്ഷിക്കുന്നതാണ് എൻ്റെ പരിപാടി. ഇതെന്റെ തെരഞ്ഞെടുപ്പല്ല, ഞാനല്ല തിരഞ്ഞെടുക്കുന്നത്, തിരഞ്ഞെടുക്കുന്ന പിതാവാ. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. ഇന്ന് പകൽ എത്ര പേർ അറിയുന്നു സർവശക്തനായ ദൈവത്തിന് എന്നെ ഇഷ്ടമാ? ജീസസ്. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. കിട്ടിയോ? പ്രൈസ് ദി ലോർഡ്. ചിലപ്പം നിനക്ക് വേണ്ടി സമയമാം രഥത്തിൽ പാടുന്നത് ഇന്ന് രാത്രി ആകുന്നതിന് മുമ്പായിരിക്കും.
കർത്താവിന്റെ മടങ്ങി വരവ് ചിലപ്പോൾ ഇന്ന് രാത്രിക്ക് മുമ്പായിരിക്കും. ഇത് രണ്ടിൽ ഏത് നടന്നാലും അതുവരെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ സകല നാമങ്ങൾക്ക് മേലായ നാമമുള്ള നസ്രയനായ യേശു ഉണ്ട്. അവൻ നിന്നെ പരിപാലിക്കും. പിതാവായ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഒന്നിനെയും വിട്ടുകൊടുത്തേക്കരുത്, ഒരെണ്ണത്തിനെ വിട്ടുകൊടുക്കരുത്. ചതിക്കുന്ന, വഞ്ചിക്കുന്ന ഉപായിയായ സാത്താൻ ചിലപ്പോൾ പിടിച്ചോണ്ട് പോകാൻ വന്നേക്കാം. എന്നാൽ എന്റെ ആടുകളിൽ ഒന്നിനെയും ആരും മോഷ്ടിച്ചുകൊണ്ട് പോകയില്ല. വെളിപ്പാട് സിങ്കാകാത്ത എവിടാ ദൈവമക്കളെ? നമ്മുടെ ലക്ഷ്യം നിത്യതയല്ല, പിതാവിന്റെ പുത്രന്റെ ലക്ഷ്യമല്ല നമ്മുടെ ലക്ഷ്യം. അത് ഇവന്റെ കൈക്കുമ്പിളിനകത്ത് ഇതെല്ലാം വന്നോളും. അതാ പന്നിക്കുഴിക്കകത്ത് കിടന്ന പാവം പറഞ്ഞത്, എൻ്റെ അപ്പന്റെ വീട്ടിൽ വേലക്കാർക്ക് പോലും സമൃദ്ധിയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൈസയ്ക്ക് കുറവ് വരത്തില്ല കുഞ്ഞെ, നിന്റെ ആവശ്യങ്ങളെല്ലാം നടന്നോളും. പക്ഷേ ഹല്ലേലൂയ, പിതാവിന്റെ ഉദ്ദേശം, പുത്രന്റെ ഉത്തരവാദിത്തം, നിന്റെ ഹല്ലേലൂയ ലക്ഷ്യവും പ്രാർത്ഥനയും ഹല്ലേലൂയ കർത്താവേ അങ്ങയോട് ചേർന്ന് ഹല്ലേലൂയ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അങ്ങയോട് വിഘടിച്ചല്ല, ഹല്ലേലൂയ അങ്ങിൽ നിന്ന് മാറിയല്ല, അങ്ങയെ മറന്നല്ല, അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ. ആ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ വന്നാൽ നമ്മുടെ ലൈഫ് ഹാർമോണിയസ് ആയിരിക്കും. ഹല്ലേലൂയ. ഈ വെളിപ്പാടിൻ്റെ ഒരു സിങ്ക് വന്നു കഴിയുമ്പം ഹല്ലേലൂയ, ഇതൊന്ന് ഹല്ലേലൂയ വെളിപ്പാടും, നമ്മുടെ വെളിപ്പാടും, പിതാവിൻ്റെ വെളിപ്പാടും, പുത്രൻ്റെ വെളിപ്പാടും, പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്വവുമായിട്ട് ഹല്ലേലൂയ ഒന്ന് താതാത്മ്യപ്പെട്ട് കഴിയുമ്പം ക്രിസ്തീയ ജീവിതത്തിന് ഒരു ഋതമുണ്ടാകും, ഒരു സ്വർഗീയ ഋതമുണ്ടാകും. ഹല്ലേലൂയ, അത് കെടുത്തി കളയാൻ ആർക്കും കഴിയത്തില്ല. ആ സ്വർഗീയ സംഗീതത്തിൻ്റെ മാധുര്യത്തിൽ ജയാളിയായി ജീവിപ്പാൻ കഴിഞ്ഞാൽ ആ ലോകത്തിൻ്റെ പ്രതിസന്ധികൾക്കോ പ്രതികൂലങ്ങൾക്കോ സുവിശേഷ വിരോധികൾക്കോ രക്തസാക്ഷി മരണത്തിനോ നിന്റെ സന്തോഷം എടുത്തു കളയാൻ കഴിയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്, വാച്ച്മാൻ നീ. ദീർഘവർഷങ്ങൾ ചൈനയിലെ ജയിലിൽ കിടന്നു. ആഗ്രഹിച്ച പോലെ, പ്രാർത്ഥിച്ച പോലെ, സുവിശേഷ പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വർഷങ്ങൾ സുവിശേഷകൻ എന്ന നിലയിൽ പിടിച്ച് ജയിലിനകത്ത് കൊണ്ടിട്ടു. 3.5 അടി പൊക്കമുള്ള ഒരു ജയിലിൽ ആ മനുഷ്യൻ കിടന്നു. അവസാനം ബോഡി പോലും നൂർക്കാൻ മേല വളഞ്ഞുപോയി. എല്ലാ ദിവസങ്ങളും ശാരീരിക മാനസിക പീഡനങ്ങൾ. അവിടെ കിടന്നപ്പോൾ ഡിസംബർ മാസം 31-ാം തീയതി രാവിലെ വന്നിട്ട് പറയൂ, അടുത്ത ജനുവരി 1-ാം തീയതി ഇതിനെ റിലീസ് ചെയ്തേക്കാം. ജനുവരി 1-ാം തീയതി പറയും, ഈ ജനുവരി അല്ല അടുത്ത ജനുവരിയാന്ന് പറയും. പീഡിപ്പിച്ചു, ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്തു. പൗലോസിന് ശേഷം കർത്താവിൻ്റെ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ വെളിപ്പാടുകൾ ക്രിസ്തുവിനെ കുറിച്ച് പകർന്നു കൊടുക്കാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ്. ഇന്നും പുള്ളി എഴുതിയ ബുക്കിൻ്റെ മുകളിൽ ഒരു ബുക്ക് എഴുതാൻ ഒരാളുണ്ടായിട്ടില്ല. ദീർഘവർഷങ്ങൾ ജയിലിൽ കിടന്നു, കൈക്കുമ്പിളിനകത്തായിരുന്നു. ഒരു ദിവസം പടയാളി എന്ന് നോക്കുമ്പം കിടന്ന് ഉറങ്ങുക, നല്ല ഉറക്കുക. ഒരു ചവിട്ട് വെച്ച് കൊടുത്തു, എഴുന്നേൽക്കുന്നില്ല. വടിക്ക് അടിച്ചു നോക്കി, എഴുന്നേൽക്കുന്നില്ല. ഗ്രില്ല് തുറന്ന് പുറത്തോട്ട് വലിച്ചപ്പം നിർജീവ ശരീരം. ബോഡി പുറത്തോട്ടെടുത്തപ്പം പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ കഷ്ണം താഴോട്ട് വീണു. പടയാളി പേപ്പർ എടുത്ത് വായിച്ചു. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിലുള്ള എൻ്റെ സന്തോഷം ഞാൻ അന്ത്യത്തോളം കാത്തു. കാറ് കിട്ടാനുള്ള ഉപവാസവും വീട് കിട്ടാനുള്ള പ്രാർത്ഥനയും വീട്ടുകളാ, അതൊക്കെ ഇതിനകത്തുണ്ട്. അവൻ്റെ സമയമാകുമ്പോൾ അതെല്ലാം വെളിപ്പെട്ട് വരും. അവൻ്റെ സമയത്ത് വെളിപ്പെട്ടാൽ നീക്ക് ആ നന്മയ്ക്കകത്തും ആത്മീകനായിരിക്കാൻ കഴിയും. ആ നന്മ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ഇന്ന് പകൽ പൂർണ്ണ അധികാരത്തോടെ മഹത്വത്തോടെ സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്നു, നിന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചത് പിതാവിൻ്റെ ഇഷ്ടപ്രകാരമാ, പിതാവിൻ്റെ ഓൺ ഇഷ്ടപ്രകാരമാ. അങ്ങനെ വിളിച്ചിട്ട് പുത്രൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ആ നാൾ വരെ അവൻ നിന്നെ കൊണ്ട് എത്തിക്കും. അതിനുവേണ്ടിയാണ് ഈ വഴിയാത്രയുടെ നടുവിൽ ഇങ്ങനെ ഒരു ദൈവദാസനെ കണ്ടതും ഇതുപോലൊരു വചനം നിങ്ങൾ കേൾക്കുന്നതും. ഇന്ന് പകൽ ഈ വെളിപ്പാട് ഹൃദയത്തിനകത്ത് ജ്വലിക്കട്ടെ. അടുത്ത വായിച്ചേ. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കും, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം എന്ന് അവർ പറഞ്ഞതിനാൽ പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു, ഇവൻ യോസഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയും നാം അറിയുന്നുവല്ലോ. പിന്നെയും ഭൗതികമായിട്ടാ പറയുന്നത്. അടുത്തത്, പിന്നെ ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ പിറുപിറുക്കേണ്ട, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ. പ്രസംഗത്തിന് പഞ്ചില്ലെന്ന് പറയുന്നില്ലേ, ഒട്ടും ശോഭിച്ചില്ലെന്ന് പറയുന്നില്ലേ?
നിങ്ങളുടെ കുറ്റമല്ല. ഇപ്പോഴും ജോസഫിൻ്റെ മകനാണെന്നും മറിയയുടെ മകനാണെന്നും ഇവനെങ്ങനെ അപ്പം ആകുന്നതെന്നൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങളെ ആകർഷിച്ചിട്ടില്ല. പിടികിട്ടിയോ?